ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. ബോക്സ് ഓഫീസിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നതും നാളെ റിലീസാകാൻ പോകുന്നതും ചിത്രങ്ങളുടെ കളക്ഷൻ റിപ്പോർട്ടുകളുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. കളങ്കാവൽ, വൃഷഭ, ബബ്ബബ്ബ, അവതാർ, സർവമായ ഈ ചിത്രങ്ങളുടെ കളക്ഷൻ റിപ്പോർട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഒന്ന് പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുക കൂടി ചെയ്യുന്നു. നിങ്ങളുടെ കട്ട സപ്പോർട്ട് വേണം. ഒപ്പം എല്ലാവർക്കും ഒരു ഹാപ്പി ക്രിസ്മസ്. ഇനി കാര്യങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാം. പതിഞ്ഞ താളത്തിലാണ് ബുക്കിംഗ് തുടങ്ങിയതെങ്കിലും സർവമായ കുതിച്ചു കയറുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. വേൾഡ് വൈഡ് ആയിട്ട് ഓപ്പണിംഗ് ഡേയിൽ ഇതുവരെ നമുക്ക് ഏകദേശം അരമണിക്കൂറിന് മുമ്പ് കിട്ടിയ അപ്ഡേറ്റുകൾ പ്രകാരം 1,58,00,000 രൂപയോളം പ്രീ സെയിലായിട്ട് വേൾഡ് വൈഡ് ആയിട്ട് സിനിമ നേടിയിരിക്കുന്നു. അതായത് ഒരു ബിഗ്ഗസ്റ്റ് ഓപ്പണിംഗ് തന്നെ നമ്മൾ ലോഡ് ചെയ്യുന്നു എന്ന് തന്നെ നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാം. എന്തായാലും സിനിമയുടെ കേരള ട്രാക്ഡ് കളക്ഷൻസ് പ്രീ സെയിലാണ് പറയാൻ പോകുന്നത്. അത് 799 ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 50,372 ടിക്കറ്റുകൾ അല്ലെങ്കിൽ ഓഡിയൻസ് ടിക്കറ്റ് എടുത്തു എന്നുള്ളതാണ് ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന കണക്കുകൾ. 24% ഒക്യുപ്പൻസിയിൽ സിനിമയ്ക്ക് 91,34,000 രൂപ. അതായത് ഏകദേശം സിനിമയുടെ ഇതുവരെയുള്ള പ്രീസെയിൽ കണക്കുകൾ വെച്ച് 1 കോടിക്ക് മുകളിൽ സിനിമയ്ക്ക് പ്രീസെയിലൂടെ തന്നെ വന്നിരിക്കുന്നു. അതായത് യാതൊരു അനക്കവും ഇല്ലാതെ വന്ന് ഗംഭീര തൂക്കാണ് ഈ സിനിമ തൂക്കിയിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. അതായത് അഖിൽ സത്യനും അതേപോലെ നിവിൻ പോളിയും അജൂർ വർഗീസും ഒക്കെ ഒരുമിക്കുന്ന ഈ ഒരു സിനിമ അത്രത്തോളം ആളുകൾ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ്. നിവിൻ പോളിയുടെ മറ്റൊരു സൂപ്പർ ഹിറ്റ് ആകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. നാളെ നമുക്ക് ഈ ഒരു സിനിമ റിലീസ് ചെയ്യുമ്പോൾ ഏറെ പ്രതീക്ഷ വീണ്ടും നിവിൻ പോളിയുടെ ഒരു ഗംഭീര തിരിച്ചുവരവ് തന്നെയാണ്. അപ്പോൾ കാത്തിരിക്കാം അതിനുവേണ്ടി. അടുത്ത സിനിമയുടെ അപ്ഡേറ്റിലേക്ക് നമുക്ക് കിടക്കാം. മോഹൻലാലിൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ ചിത്രമാണ് വൃഷഭ. ഇത്ര പ്രൊഡക്ഷൻ കോസ്റ്റോടെ വേറെ ഒരു മോഹൻലാൽ സിനിമയും എത്തിയിട്ടില്ല. ഏകദേശം 300 കോടിയോളമാണ് സിനിമയുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്നുള്ളതാണ് റിപ്പോർട്ടർ പുറത്തുവിട്ട കണക്കുകൾ. എന്നാലും സിനിമയുടെ പ്രീസെയിൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നു. നാളെ 25 ക്രിസ്മസ് ദിനത്തിൽ സിനിമ റിലീസ് ചെയ്യുന്നു. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 18 കോടിക്ക് മുകളിലും വേൾഡ് വൈഡ് ആയിട്ട് സിനിമ 54 ലക്ഷം രൂപ നേടി എന്നുള്ളതാണ് ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന കണക്കുകൾ. കേരളത്തിലെ നമുക്ക് ആ ഒരു ട്രാക്കിംഗ് കളക്ഷനെ ഡീറ്റെയിൽ ആയി ഒന്ന് നോക്കാം. 600ഓളം ഷോകളിൽ നിന്ന് 10,700ഓളം ഓഡിയൻസ് ടിക്കറ്റ് എടുത്തപ്പോൾ 7% ഒക്യുപ്പൻസിയിൽ ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന കണക്കുകൾ 17,37,000 രൂപയോളമാണ്. അതായത് 18 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വന്നു എന്നുള്ളത് ട്രാക്കേഴ്സ് തന്നെ പുറത്തുവിടുകയാണ്. ഈ ഒരു സിനിമ ഒരു മൾട്ടി ലാംഗ്വേജ് ഒരു പാൻ ഇന്ത്യൻ മൂവിയായിട്ട് തന്നെയാണ് പുറത്തിറങ്ങുന്നത്. ഹിന്ദി, മലയാളം അതേപോലെ തന്നെ തെലുങ്ക് ചിത്രമായിട്ട് തന്നെയാണ് ഈ സിനിമ വരുന്നത്. വലിയ രീതിയിലുള്ള ഒരു പ്രകമ്പനം ഇതുവരെ ബോക്സ് ഓഫീസിൽ സിനിമയ്ക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ആദ്യ ദിനത്തെ റിലീസിന് ശേഷം ആളിക്കത്തുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. എന്തായാലും ആ ഒരു പ്രതീക്ഷ നടക്കട്ടെ, അതിഗംഭീരമായ വിജയമാകട്ടെ എന്നും ആശംസിക്കുന്നു. വേൾഡ് വൈഡായി തരംഗമായി മാറിയിരിക്കുന്ന ചിത്രമാണ് അവതാർ എന്ന ചിത്രം. അവതാർ ഫയർ ആൻഡ് ആഷ് എന്ന ചിത്രത്തിൻ്റെ 6ാം ദിനമാണിന്ന്. 6ാം ദിനവും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ 50 ലക്ഷം രൂപയ്ക്ക് അടുത്ത് നേടിയിരിക്കുകയാണ്. 442ഓളം ഷോകളിൽ നിന്ന് 20,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 47,77,000 രൂപയോളമാണ് കളക്ഷനായി വന്നിരിക്കുന്നത്. അതായത് 75 ലക്ഷം രൂപ ഇന്നും സിനിമയ്ക്ക് ലഭിക്കുമെന്ന് ഉറപ്പിക്കുകയാണ്. ഇന്നലെ സിനിമയ്ക്ക് ഏകദേശം 75 ലക്ഷം രൂപ തന്നെ നേടിയിരുന്നു. കഴിഞ്ഞ 3 ദിവസങ്ങളിലും സിനിമയ്ക്ക് സമാനമായ രീതിയിലുള്ള കളക്ഷനാണ്. ഇതിനോടകം തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 6 കോടിക്ക് മുകളിലാണ് സിനിമ നേടിയിരിക്കുന്നത്. വേൾഡ് വൈഡായിട്ട് വമ്പൻ വിജയമായി മാറിയിരിക്കുന്ന ഒരു ചിത്രമാണ് അവതാർ സീരീസിലെ ഈ ഒരു ചിത്രവും. ജെയിംസ് കാമറൂണിൻ്റെ ഈ ഒരു ചിത്രം അത്ര ഗംഭീരമെന്ന് ആരെയും പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. അടുത്ത ചിത്രത്തിലേക്ക് നമുക്ക് കടക്കാം. ബബ്ബബ്ബ. ദിലീപ് നായകനായി എത്തിയിരിക്കുന്ന ബബ്ബബ്ബ 7ാം ദിനത്തിലേക്ക് തന്നെയാണ് കടന്നിരിക്കുന്നത്. 7ാം ദിനത്തിൽ ഈ സിനിമ കുതിച്ചുയരുന്ന കാഴ്ച തന്നെ നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു ദിലീപ് ചിത്രം അതിഗംഭീരം എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കേണ്ടത്. കാരണം ഇന്നും സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് ഏറെക്കുറെ 1 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ തന്നെ എന്ന് പറയാം. ഇന്ന് 1,291ഓളം ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ 54,541ഓളം ടിക്കറ്റുകളാണ് അല്ലെങ്കിൽ ഓഡിയൻസാണ് സിനിമയ്ക്ക് ബുക്ക് ചെയ്തതെന്ന് ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന കണക്കുകൾ. 15% ഒക്യുപ്പൻസിയിൽ സിനിമയ്ക്ക് 84,44,000 രൂപയോളം കളക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് 1 കോടി ഇന്നും കടന്നിരിക്കുന്നു. ഇന്നലെയും മിനിങ്ങാന്നും എല്ലാം സിനിമ 1,20,00,000 രൂപയ്ക്ക് അടുത്ത് തന്നെയാണ് കളക്ട് ചെയ്തത്. ഇന്നലെ 1,10,00,000 രൂപ നേടിയ ചിത്രം മിനിങ്ങാന്ന് 1,20,00,000 രൂപ നേടുന്ന കാഴ്ച കാണാൻ കഴിഞ്ഞു. ഇന്നും സിനിമയ്ക്ക് മികച്ച രീതിയിലേക്ക് പോകുന്നു. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 22 കോടിയും കടന്ന സിനിമ മുന്നോട്ട് പോകുന്നു. വേൾഡ് വൈഡ് ആയിട്ട് സിനിമ 42-43 കോടിയിലേക്ക് എത്തിയിട്ടുണ്ടാകാം. ഇവിടെ നമുക്ക് ഒഫീഷ്യലായിട്ട് 4 ദിവസത്തെ കളക്ഷൻ 41,50,00,000 രൂപ വന്നിരുന്നു. ട്രാക്കേഴ്സ് മുഖാന്തരമുള്ള കണക്കുകളിൽ ഇപ്പോഴും 40 കോടി എത്തിയിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും മികച്ച ഹോൾഡോടെ ഏകദേശം 11,000-ന് മുകളിലുള്ള ഷോകളും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് തന്നെ ട്രാക്ക് ചെയ്യപ്പെടുകയും 11,75,000-ഓളം ഓഡിയൻസ് അല്ലെങ്കിൽ ടിക്കറ്റുകൾ വിറ്റുപോയെന്നും ട്രാക്കേഴ്സ് പുറത്തുവിടുന്നു. ഓവറോൾ ഒക്യുപ്പൻസി 37%. എന്തായാലും ദിലീപിൻ്റെ ഈ ഒരു ചിത്രം ദിലീപിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും ഉയർന്ന
സ്കോർ നേടിയിരിക്കുന്ന ചിത്രമാകുന്നു. വരുന്ന ദിവസങ്ങളിൽ സിനിമ 50 കോടി എത്തും എന്നുള്ളതും ഉറപ്പിക്കാം. കളങ്കാവൽ മമ്മൂട്ടി ചിത്രം 20 ദിനങ്ങൾ പിന്നിടുകയാണ്. 20ാം ദിനത്തിലും സിനിമ കളക്ഷൻ കൂടുന്ന ഒരു കാര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ 18-19 ദിനത്തേക്കാൾ കൂടുതൽ കളക്ഷൻ ഇപ്പോൾ തന്നെ സിനിമയ്ക്ക് നേടാനായി എന്നുള്ളതും കാണാൻ കഴിയുന്നു. ഇതിനോടകം 85 കോടിക്ക് മുകളിൽ വേൾഡ് വൈഡ് ആയിട്ട് സിനിമ നേടിയിരിക്കുന്നു. ഇന്നത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് നമുക്ക് കടന്നു വരാം. 503 ഷോകൾ, 14,300ഓളം ടിക്കറ്റുകൾ വിറ്റുപോയിരിക്കുന്നു. 15% സിനിമയുടെ ഒക്യുപ്പൻസി, തിയേറ്റർ ഒക്യുപ്പൻസി വന്നിരിക്കുന്നത്. 23 ലക്ഷം രൂപയോളമാണ് സിനിമയുടെ ഇതുവരെയുള്ള കളക്ഷനായി വന്നിരിക്കുന്നത്. കൃത്യം പറഞ്ഞാൽ 22,92,517 രൂപ ഇതുവരെ സിനിമയുടെ ട്രാക്ഡ് ഗ്രോസ് ആയി വന്നിരിക്കുകയാണ്. അതായത് സിനിമ ഇന്നും 40 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് കടന്നിരിക്കുന്നു എന്നാണ്. സ്റ്റഡി കളക്ഷനോട് സിനിമ 35-40 ലക്ഷം രൂപ നേടിക്കൊണ്ടിരിക്കുന്നു തിങ്കൾ മുതലുള്ള ദിനങ്ങളിൽ എന്ന് തന്നെ കാണാം. ഞായറാഴ്ച സിനിമ 50 ലക്ഷം രൂപയും കടന്നിരുന്നു. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ 36.5 കോടി കടക്കുന്നു എന്നുള്ള വാർത്തയും, വേൾഡ് വൈഡായിട്ട് സിനിമ 85 കോടി എത്തിയിട്ടുണ്ടാകാം എന്നുള്ള തന്നെ പ്രതീക്ഷയുമാണ്. എന്തായാലും ട്രാക്കിസ് മുഖാന്തരം വന്ന കണക്കുകൾ പ്രകാരം സിനിമ 82 കോടി 60 ലക്ഷം രൂപ കടന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇവിടെ മമ്മൂട്ടിയുടെ തന്നെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് സിനിമകളിൽ 3ാം സ്ഥാനത്താണ് ഈ ഒരു സിനിമ നിൽക്കുന്നത്. 93 കോടി നേടിയ ഭീഷ്മപർവവും 86 കോടിക്ക് മുകളിൽ നേടിയ കണ്ണൂർ സ്ക്വാഡുമാണ് ഇതിന് മുന്നിൽ നിൽക്കുന്ന 2 ചിത്രങ്ങൾ. ഇത് കണ്ണൂർ സ്ക്വാഡിൻ്റെ കളക്ഷൻ റെക്കോർഡുകൾ തകർക്കും. ഒരുപക്ഷേ ഫൈനൽ റണ്ണിൽ സിനിമ 100 കോടി എത്തേണ്ടതാണ്. കാരണം അത്ര ഗംഭീരമായ ഒരു ചിത്രം തന്നെയാണ്. എന്തായാലും 90 കോടി കഴിഞ്ഞിട്ടേ സിനിമ ഇവിടെ റണ്ണിങ് അവസാനിപ്പിക്കുകയുള്ളൂ എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പിക്കുകയാണ്. കാരണം സ്റ്റഡി കളക്ഷൻ വരുന്ന ദിവസങ്ങളിൽ ഏകദേശം 10ഓളം ദിവസങ്ങൾ ഇനിയും ബാക്കി നിൽക്കുന്ന സിനിമയ്ക്ക് ജനുവരി 5 വരെ മികച്ച രീതിയിൽ റണ്ണിങ് കപ്പാസിറ്റിയുമായി പോവുകയാണ്. ഇതിനോടകം തന്നെ കേരളത്തിൽ നിന്ന് 20,890ഓളം ഷോകൾ ട്രാക്ക് ചെയ്യപ്പെടുകയും 19,12,226ഓളം ഓഡിയൻസ് ടിക്കറ്റ് എടുത്തു എന്നും കാണിക്കുന്നു. 34% സിനിമയുടെ ഓവറോൾ ഒക്യുപ്പൻസിയെ കാണിക്കുന്ന ട്രാക്കിങ്ങിലൂടെ മാത്രം സിനിമയ്ക്ക് ഈ 30,89 ലക്ഷം രൂപ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടാൻ കഴിഞ്ഞിരിക്കുന്നു. ഇതിനോടകം തന്നെ മോഹൻലാലിൻ്റെ ഈ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നായ ഹൃദയപൂർവ്വത്തിൻ്റെ കളക്ഷൻ റെക്കോർഡുകൾ തകർത്തിരുന്നു ഈ ഒരു സിനിമ. മമ്മൂട്ടിയുടെ തന്നെ ടർബോയുടെ കളക്ഷൻ റെക്കോർഡുകൾ തകർത്തിരുന്നു. അതുകൂടാതെ പ്രണവ് മോഹൻലാൽ നായകനായി എത്തിയിരുന്ന ഡയസിറയുടെ കളക്ഷൻ റെക്കോർഡുകളും ഈ ഒരു സിനിമ കവർ ചെയ്തിരുന്നു. എന്തായാലും ഈ ഒരു സിനിമ കുതിച്ചു പായുന്നു. ഒരു പക്ക കൊമേഴ്ഷ്യൽ എലിമെൻറ്റുകൾ കുറഞ്ഞ അഭിനയ പ്രാധാന്യമുള്ള സിനിമയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന കളക്ഷനായി മാറുകയാണ് ഈ ഒരു സിനിമയ്ക്ക്. മമ്മൂട്ടിയുടെ തുടർച്ചയായ 4ാം വർഷവും 50 കോടി ക്ലബ്ബിൽ മമ്മൂട്ടിയെ ഇടം പിടിപ്പിച്ച ചിത്രവുമായി മാറുന്നു ഈ സിനിമ. ഇന്ന് വേൾഡ് വൈഡ് ആയിട്ട് ഈ ഒരു സിനിമ അത്രത്തോളം ചർച്ച ചെയ്യുകയാണ്. ഹിന്ദിയിലും തമിഴിലും തെലുങ്കിലും എന്ന് വേണ്ട ലോകമെമ്പാടുമുള്ള സിനിമാ പ്രവർത്തകരും അണിയറക്കാരും ഒപ്പം നടന്മാരുമെല്ലാം അത്ഭുതത്തോടെ മമ്മൂട്ടിയുടെ ഈ ഒരു സെലക്ഷനെ നോക്കിക്കാണുന്ന അവസരം തന്നെയാണ്. ഏതാനും വർഷങ്ങളായി മമ്മൂട്ടിയുടെ സിനിമ സെലക്ഷൻ എല്ലാ സ്ഥലങ്ങളിലും വലിയ ചർച്ചയാണ്. ഇതൊരു വില്ലൻ ക്യാരക്ടറിലേക്ക് മമ്മൂട്ടിയുടെ പറിച്ചു നടൽ അത് അതിഗംഭീരമായിരിക്കുന്നു. ഒരാൾക്കും ചിന്തിക്കാൻ പോലും കഴിയാത്ത തരത്തിൽ, പ്രത്യേകിച്ച് മുൻനിര നായകന്മാരുടെ കാര്യമാണ് എടുത്തു പറയുന്നത്. അവർക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്ത ആ ഒരു കാര്യം തന്നെയാണ്. ഒരിക്കൽ ഇമേജ് മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മുഴുവനായി ആ ഒരു കരിയർ തന്നെ മാറിപ്പോകുമെന്നറിയാമെങ്കിലും ഇത് മമ്മൂട്ടി ആണ് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. എല്ലാവർക്കും ഒരു ഹാപ്പി ക്രിസ്മസ്. എല്ലാവരും നല്ല ഒരു ന്യൂ ഇയറും ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു പുതുവർഷം വരട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ മറക്കരുത്. ഗ്രേറ്റ് വീഡിയോസ്.